ബിഗ് ബോസ് സ്വന്തം കാര്യം സിന്താബ എന്ന് പറയുന്ന നടക്കുന്ന മത്സരാർത്ഥികൾ ആരൊക്കെ നമുക്ക് നോക്കാം. അതിലൊരു 3 പേരുണ്ട്. അവരവരുടെ സ്വന്തം കാര്യം മാത്രമാണ് കൂടുതലും ഇത് ചെയ്ത്. അതിൽ 3-ാം സ്ഥാനമുള്ളത് നമ്മുടെ അനീഷിനാണ്. പുള്ളിയും ഏറെക്കുറെ സ്വന്തം കാര്യം സിന്താബ എന്ന് നടന്ന ഒരു മനുഷ്യരാണ്. പിന്നെ പല കാര്യങ്ങളിലും പുള്ളി അങ്ങനെ പുള്ളിയുടെ പെരുമാറ്റവും പുള്ളി രീതികളും ഒക്കെ നമുക്ക് പക്ഷെ ബിഗ് ബോസ് പുള്ളി പറയേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും അനുമോളോട് ഇഷ്ടമാണെന്ന് പുള്ളി പറഞ്ഞു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടും നമ്മൾ സ്നേഹിച്ചൊരു പെണ്ണിനെ എല്ലാവരും കൂടെ ആക്രമിക്കുമ്പോൾ ആ വ്യക്തി ഇനി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വരുന്നു. ഇഷ്ടമല്ല, ഇഷ്ടമാണോ അതവിടെ നിൽക്കട്ടെ. പക്ഷെ നമ്മൾ സ്നേഹിക്കുന്ന ഒരു പെണ്ണിന് ആത്മാർത്ഥം ഉണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിൽ ആത്മാർത്ഥം ഉണ്ടെങ്കിൽ, ആ പെണ്ണിനെ എല്ലാവരും കൂടെ ഇട്ട് തട്ടുമ്പോൾ അതിലൊന്ന് പ്രതികരിക്കാൻ വരും. ഇതിന് മുന്നേ അനീഷ് പ്രതികരിച്ചായിരുന്നു. അത് അനീഷിന് ഇഷ്ടം മനസ്സിലുള്ളതുകൊണ്ടാണ് പല കാര്യങ്ങളും അനുമോളെ സപ്പോർട്ട് ചെയ്തത്. എന്നിരുന്നാലും ഒരു പെൺകുട്ടിയെ, നമ്മൾ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ മറ്റുള്ളവർ എല്ലാവരും കൂടെ കൂടി കടിച്ച് കീറുമ്പോൾ നമ്മൾ അവർക്ക് ഒരു സപ്പോർട്ട്, ഒരു കൈത്താങ്ങ് കൊടുക്കുമായിരുന്നെങ്കിൽ അനീഷ് അവിടെ ഹീറോ ആയാലും, അനുമോളെ ഒറ്റയ്ക്ക് ഇടാൻ വിടാതെ അനീഷ് അവിടെ എത്തുന്നത്, അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത്, അനീഷ് അത് വിജയിക്കുമായിരുന്നു. അനീഷ് അത് ചെയ്തില്ല. അനീഷ് ഒരു മോശം ഗെയിമർ ആണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അനീഷ് നല്ല ഗെയിമർ തന്നെയാണ്. പക്ഷെ അനീഷ് ഈ ഒരു കാര്യത്തിൽ സ്വന്തം കാര്യം സിദ്ധാമാം. ഒരാൾ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അത് തിരിച്ച് ഇഷ്ടമാണെന്ന് പറയുക, അത് അവരുടെക്കും കൂടെ തോന്നണം. ആ വ്യക്തി കൂടെ, ഞാൻ ഒരാളോട് ഇഷ്ടം തോന്നിയാൽ, ഞാൻ കല്യാണം കഴിക്കാത്ത ഒരാളാണ്, എന്നാലും പറയുന്നത് എനിക്ക് ഒരാളോട് ഇഷ്ടം തോന്നി, ഞാൻ അവരോട് ഇഷ്ടമെന്ന് പറയും. ആ പെൺകുട്ടി എന്നെ ഇഷ്ടമാണെന്ന് പറയാൻ പറ്റത്തില്ല. അത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ ചോയ്സാണ്. അവർക്ക് ചിലപ്പോൾ റിജക്റ്റ് ചെയ്യാം, ചിലപ്പോൾ അവർക്ക് എൻ്റെ അഭ്യർത്ഥന അക്സെപ്റ്റ് ചെയ്യാം എന്നും പറഞ്ഞാൽ അത് മനസ്സിലിട്ട് സ്വന്തം കാര്യം സിന്താബ പല കാര്യങ്ങളും, അനീഷ് അവിടെ നിൽക്കുന്ന പല കാര്യങ്ങളും സ്വന്തം കാര്യം സിന്താബാന്ന് പോയി നടക്കുന്ന മത്സരത്തെ. പിന്നെയുള്ളത് സാവുമാനാണ്. സാവുമാനോ സ്വന്തം കാര്യം സിന്താബ എന്ന് പറഞ്ഞ് നടക്കുന്ന മത്സരത്തെ ആരോടും ഒന്നിനും പോകത്തില്ല, ആരുടെയും കാര്യത്തിൽ അധികം ആവശ്യമില്ല, ഇടപെടാനും പോകത്തില്ല. പിന്നെ അത് ഇച്ചിരി കുത്തിത്തിരിപ്പൊക്കെ ഉണ്ട്, ചില കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നത് അങ്ങനെയൊക്കെ അല്ലാതെ പുള്ളി വേറെ ഒരു ഇതിലുമില്ല. ആർക്കും സ്വന്തം കാര്യം സിന്താബ എന്ന് നടക്കുന്നത്. പിന്നെ ഏറ്റവും ഫസ്റ്റ് എനിക്ക് കൊടുക്കുന്ന സ്വന്തം കാര്യം സിന്താബ എന്ന് നെവിനാണ്. നെവിൻ അവിടെ സ്വന്തം കാര്യം സിന്താബാദ് എന്നും പറഞ്ഞ് നടക്കുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ്, അതിലൊരു സംശയമില്ല. വേറൊന്നുമല്ല, മറ്റുള്ളവരുടെ ഫുഡ് എന്ന് വെച്ചാൽ ഫുഡൊക്കെ എന്ന് പറഞ്ഞാൽ റേഷനാണ്. അവിടുത്തെ റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചൊക്കെ ഉള്ള ബിഗ് ബോസ് കൊടുക്കുക, അല്ല ഫുള്ള് ഇവർക്കെല്ലാം കൂടെ കൊടുക്കത്തില്ല. അതിന് ഇവർ എല്ലാവർക്കും കൂടെ കൊടുക്കുന്ന ഫുഡ് പലപ്പോഴായിട്ട് നെവിൻ മോഷ്ടിക്കുകയും പിന്നെ സ്വന്തം കാര്യത്തിൽ മാത്രം ശ്രദ്ധ വരുക, മറ്റുള്ളവരെ എൻ്റെ കാര്യം അത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഫുഡ് പോയി എടുക്കുകയും സ്വന്തം കാര്യത്തിലാണ് പുള്ളി ഏറ്റവും കൂടുതൽ ശ്രദ്ധ വഹിക്കുന്നത്. പുള്ളി സിന്താബാദ് എന്ന് പോയി നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു. ബൈ ബൈ.